കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ആകെ മരിച്ച മലയാളികളുടെ എണ്ണം 24 അതിൽ 3 പേർ കൊല്ലം ജില്ലക്കാരാണ്. ശൂരനാട് സ്വദേശി ഷമീർ, ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് മരിച്ചത്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ജില്ലക്കാരായ 3 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ശൂരനാട് വയ്യാങ്കര സ്വദേശി ഷമീറിന്റെ മരണവിവരമാണ് ആദ്യം അറിയുന്നത്. 6 വർഷമായി കുവൈറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷമീർ 9 മാസം മുമ്പാണ് അവസാനമായി നാട്ടിൽ വന്നത്. കല്യാണം കഴിഞ്ഞതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കുള്ള യാത്ര. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച നാട്ടിൽ വരാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഷമീറിനെ തേടി ദുരന്തമെത്തിയത്. കൊല്ലം ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ് മരിച്ചെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ ഇതുവരെ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ലൂക്കോസ് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കെയാണ് അപകടത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. അഡ്മിഷന് വൈകിട്ട് ബാംഗ്ലൂരിലൊരു ടെസ്റ്റിന് അമ്മയും മോളും കൂടെ പാനായിട്ട് ബസ്സെല്ലാം ബുക്ക് ചെയ്ത് പാനായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴത് ദുരന്തം ബന്ധപ്പെട്ട് അവനടുത്ത മാസം അവരുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി വരും. എല്ലാ ഇയറിലും വരും, വർഷത്തിൽ ലീവുണ്ട്. 29 വയസ്സുകാരൻ പുനലൂർ സ്വദേശി സാജൻ ജോർജ് 1 മാസം മുമ്പാണ് കുവൈറ്റിൽ ജോലിക്കെത്തിയത്. ജൂനിയർ മെക്കാനിക്കൽ എഞ്ചിനീയറായി മകന് ജോലി കിട്ടിയതിന്റെ സന്തോഷം കെട്ടടങ്ങും മുമ്പാണ് അവന്റെ മരണവിവരവും മാതാപിതാക്കളെ തേടിയെത്തുന്നത്. താമസിക്കുന്ന സ്ഥലത്താണ് നടന്നത്. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഫോണൊന്നും എടുത്തില്ല, ആരും എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധു അവിടെ ഉണ്ട്, പുള്ളി അനിയൻ അച്ഛനാണ്. പുള്ളിയായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് പുള്ളി ഞാൻ തിരിച്ചു വിളിച്ചാൽ പുള്ളി ഫോൺ എടുത്തില്ല. അപ്പം മനസ്സിലായി അടുത്ത 1.5 മാസമായ ഉള്ളു പോയിട്ട്. അവൻ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവർ കമ്പനി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി ഉത്തരവാദിയായുള്ളൂ. മെച്ചപ്പെട്ട വേതനവും ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് കടൽ കടന്ന 3 പേരും കുവൈറ്റിൽ എത്തുന്നത്. സ്വപ്നം ബാക്കി നിർത്തിയാണ് 3 പേരുടെയും യാത്ര. 24 കൊല്ലം.